ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന കർത്താവിൻ്റെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവായ ദൈവമേ, തിരുവചന ധ്യാനത്തിലൂടെ പരിശുദ്ധാത്മ പൂരിതരായി ജീവിക്കാൻ കർത്താവ് ഈശോ മിശിഹായുടെ മരണശേഷം അവിടുത്തെ ആത്മാവിനെ നൽകുമെന്ന കർത്താവിൻ്റെ തിരുവചനം ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരിലെയും കുടുംബത്തിലേക്ക്, സമൂഹത്തിലേക്ക് പറഞ്ഞിറങ്ങുന്ന ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, വൈദികരായ ശിഷ്യഗണത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം ജ്വലിച്ചതുപോലെ ഈ തിരുവചന ശുശ്രൂഷയെ ആത്മ ചൈതന്യ വൽക്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന, അധ്യായം 2:1 മുതലുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ കാലഘട്ടത്തെ പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് സഭയുടെ പ്രബോധനങ്ങളിൽ നിന്നും ബൈബിളിൻ്റെ താളുകളിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ കാലഘട്ടം വേണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിൻ്റെ കാലഘട്ടം എന്ന് പറയാം. പിതാവായ ദൈവത്തിൻ്റെ അടയാളങ്ങളും വെളിപ്പെടുത്തലുകളും സംസാരങ്ങളും പ്രഘോഷണങ്ങളും വ്യത്യസ്തമായ രൂപഭാവങ്ങളും ഒക്കെ പഴയ നിയമത്തിൽ നമ്മൾ പ്രതിഫലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രവാചകന്മാരോടൊക്കെ ദൈവം സംസാരിച്ചു എന്നാണ് തിരുവചനത്തിൽ കുറേ അധികം പഴയ നിയമവായനകളിൽ കാണുന്നത്. യാഹ്വേയായ ദൈവത്തെക്കുറിച്ച് മോശയും അതുപോലെയുള്ള ചൈതന്യത്തെക്കുറിച്ച് പ്രവാചകന്മാരെല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചാണ്. ഇനി പുതിയ നിയമം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പ്രവർത്തന മേഖലകളും ക്രിസ്തുവിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളും ഇങ്ങനെ സമൃദ്ധമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം പോലെ തന്നെ പുതിയ നിയമത്തിൻ്റെ താളുകൾ എടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാട് സമയം വരെയുള്ളതിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളാണ് മുഴുവൻ ഇങ്ങനെ അനാവരണം ചെയ്യുന്നത്. പഴയ നിയമം കഴിഞ്ഞു, പുതിയ നിയമം കഴിഞ്ഞു. അത് രണ്ടും കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ സഭയായിരിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും സംരക്ഷണം കിട്ടിയിരിക്കണം നമുക്ക് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയിട്ടുണ്ടോ, പറ്റിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ സ്നേഹമുള്ളവരെ പെട്ടെന്ന് നമുക്ക് 4 ഗണമായിട്ട് നമുക്ക് തിരിക്കാം. അല്ല, 4 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ സംഭവിക്കുന്നത് എന്ന് ബൈബിള് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്: തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാനുള്ള കഴിവാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ആരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് വരുന്നുണ്ടോ അവർക്ക് തിന്മയുടെ ശക്തികളെ തോൽപ്പിച്ച് വിജയത്തിൻ്റെ ശ്രീകോവിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് സംഭവിക്കുന്ന ആദ്യത്തെ കാര്യം. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ തിരുവചനങ്ങൾ. ക്രിസ്തുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടാണ് അവൻ ശത്രുവിനെ തോൽപ്പിക്കുന്നത്. പിശാച് എന്ന് പറയുന്ന ആ തിന്മയുടെ സ്വാധീനത്തെ യേശു ക്രിസ്തു തോൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ബലത്തോടെയായിരുന്നു എന്ന് തിരുവചനം പറയാം. ഒരുപക്ഷെ ഒത്തിരി തവണ ഈ ഒരു വ്യാഖ്യാനം ബൈബിള് വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ഭാഗമാണത്. നമുക്കത് ഈ മത്തായിയുടെ സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ അറിയാം, യേശു പരീക്ഷിക്കപ്പെടുന്നതിന്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് ചെറുപ്പത്തിൽ വായിക്കുമ്പോൾ എന്നെ ഒത്തിരി സംശയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ പിശാചിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്?
അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് വായന. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിട്ട് അശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പിശാചിനെ പരിചയപ്പെടുത്തുന്ന ആളാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള സംശയങ്ങൾ ഈ പറയുന്ന മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, യേശു ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് ഒരു വലിയ ബലം കൊടുക്കുക, ഒരു വലിയ ധൈര്യത്തിൻ്റെ ഒരു മേഖലയിലേക്ക് യേശു ക്രിസ്തുവിനെ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ പറയില്ലേ, നമുക്ക് എതിരുള്ള ഒരാളെ അവൻ്റെ വീട്ടിൽ കയറിപ്പോയി തല്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തി, അതല്ലെങ്കിൽ തിന്മയുടെ ശക്തിയെ അവനായിരിക്കുന്ന സ്ഥലത്ത് തോൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. പിശാച് എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല ചെയ്തത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഒരു വലിയ ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ, തിന്മയെ തോൽപ്പിക്കാനുള്ള ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശു ചെയ്യുന്നത് എന്താ, ഈ പറയുന്ന അവൻ്റെ കുടിലതന്ത്രങ്ങളുടെ സ്ഥലത്തേക്ക് ചെല്ലുക. എന്നിട്ട് അവിടെ ചെയ്യുന്ന അവൻ്റെ തിന്മയുടെ ശക്തികൾ ഇങ്ങനെ വേരോടെ പിഴുതെറിയുന്നതാണ് ഈ സുവിശേഷ ഭാഗം. അത് വായിച്ചു കേട്ടപ്പോൾ മനസ്സിന് ഒത്തിരി ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ തോന്നി. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുവിന് കിട്ടുന്ന ബലത്തെക്കുറിച്ച്, ഒരു വലിയൊരു ശക്തി കിട്ടുന്നതായിട്ട്. എൻ്റെ ഒരു ചെറിയൊരു ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചൊരു കാര്യം എങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പൗരോഹിത്യത്തിന് ശേഷം കിട്ടിയ ഒരു ശക്തി എന്ന് പറയുന്നത് അത് ഈ ലോകത്തിൽ ആർക്കും തരാൻ പറ്റാത്ത ഒരു ശക്തിയാണ്. പലപ്പോഴും ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇനി 2 വാക്ക് പറയുമ്പോൾ നാവ് കഴക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സംസാരിക്കാൻ വിക്കുള്ളത് പോലെയുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഒരു 2 പേരുടെ മുൻപിൽ കർത്താവിൻ്റെ വചനം പറയാനായിട്ട് പേടിയുണ്ടായിരുന്ന, ഒരു വാക്കിങ്ങനെ നിന്ന് പറയാൻ പറ്റില്ല. ഈ ശാലോം ശുശ്രൂഷയ്ക്ക് വരാനുള്ള ഒരു യോഗ്യതയില്ല പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ. പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന സമയം വരെ സ്നേഹമുള്ളവർ, ഒരു വാക്ക് എനിക്കൊരു ചെറിയ ചാനലിൻ്റെ മുമ്പിൽ, ഒരു ലോക്കൽ ചാനലിൻ്റെ മുമ്പിൽ പറയുമ്പോൾ പേടിയാ. അതുപോലെ എനിക്ക് നോക്കി വായിക്കേണ്ട ഗതികേടുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്നേഹമുള്ളവരെ തോൽവി എന്താണെന്നുള്ളത് അറിയുന്നില്ല. ഒരു വലിയ ധൈര്യത്തിൻ്റെ ഒരു ആത്മാവ് പരിശുദ്ധാത്മാവ് നൽകും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ നിറഞ്ഞ ഈ ഒരു ആത്മാവിന് വേണ്ടി ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പരിശുദ്ധാത്മാവെ നീ എൻ്റെ ഉള്ളിൽ വരിക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിലുള്ള, നിൻ്റെ പരിസരങ്ങളിലുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും തോൽപ്പിച്ച് ഒരു വിജയം നൽകും എന്ന് നീ തിരിച്ചറിയുക. ഇതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ കാര്യം. അത് ശിഷ്യന്മാരെ നമ്മളൊന്ന് ഓർത്തി, പത്രോസ്ലീഹനെയൊക്കെ ഒന്ന് കുറേ തവണ നമ്മൾ ഓർത്തിട്ടുള്ള ഒരു കാര്യമാണ്. പത്രോസ്ലീഹ ചെയ്യണ കാര്യമില്ലേ, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പോലും എനിക്ക് അറിയില്ല, അവനെ ഞാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു മാറിപ്പോയ പുള്ളിക്കാരനാണ്. പിന്നെ പോയിട്ട് പറയണത് കേട്ടിട്ട് ജനങ്ങളൊക്കെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക, ഇതാ ചെക്കനല്ലേ, യേശുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കളിയാക്കുക. കാരണം അതുപോലെ തീയായിട്ട് പത്രോസ്ലീഹ മാറി. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഫ്റ്റർ ദ റിസറക്ഷൻ, ആഫ്റ്റർ റിസീവിങ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നാൾ മുതലാണ് പത്രോസിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് എന്ന് പറയുന്നത്. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ തിന്മയുടെ ശക്തിനെ തോൽപ്പിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൈശാചിക ബന്ധനമുണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും. ഞാൻ ഓർക്കായിരുന്നു, അണക്കരയിലുള്ള അച്ഛനെയൊക്കെ, ഡൊമിനിക് വാളമനാൽ എന്ന് പറയുന്ന അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് ഇപ്പോൾ ഒരു വലിയൊരു അഭിഷേകം കാണാല്ലേ. ഈ അഭിഷേകത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ അച്ഛൻ്റെ മുൻപിൽ എല്ലാ ദുഷ്ടശക്തികളും ഇങ്ങനെ അകന്നു പോണത് കാണാം. ഞങ്ങളുടെ അടക്കരയ്ക്ക് ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ കണ്ട കാര്യം ഇങ്ങനെയാണ്, അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളിങ്ങനെ ഈ പൈശാചിക ബന്ധനമുള്ള ആൾക്കാരൊക്കെ അതിങ്ങനെ തെറിച്ച് വീണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാത്രമേ ഉള്ളൂ അച്ഛന്, വേറെ ഒരു പവറും ഇല്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയാണ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം ഇങ്ങനെ ക്രമീകരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ആദ്യത്തെ ഭാഗം ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്, തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് ദാഹിക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ആദ്യത്തെ കാര്യം നിൻ്റെ ജീവിതത്തിൽ വിജയം നൽകി തോൽവിയുടെ മേഖലത്തിൽ നിന്ന് രക്ഷിച്ച് തിന്മയുടെ സ്വാധീനങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ അരങ്ങേറും. ഇന്നോടെ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾക്കൊക്കെ സാക്ഷി എന്ന് പറഞ്ഞിട്ട് അത് പരിശുദ്ധാത്മാവാ. ക്രിസ്തു ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതങ്ങളായിരുന്നു, പരിശുദ്ധാത്മാവ് വഴി ചെയ്ത അത്ഭുതങ്ങളായിരുന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് കിട്ടുന്നതിൻ്റെ തലേ ദിവസം വരെ ക്രിസ്തു അത്ഭുതം ചെയ്യുന്നതായിട്ട് നമ്മൾ ഒരിടത്തും ബൈബിളിൽ കാണുന്നില്ല.
സ്നാപക യോഹന്നാൻ അന്ന് ആ ജോർദാൻ നദിയിൽ വെച്ച് ജ്ഞാനസ്നാനം കഴിഞ്ഞ് ഇവനെൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ്റെ മേൽ നിറഞ്ഞ രാത്രി മുതൽ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അത്ഭുതങ്ങൾ, വിവരിക്കാനാവാത്ത അഭിഷേകങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തു ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കാണില്ലേ തിരുവചനത്തിൽ? അന്ധര് കാണുന്നു, മുടന്തര് എഴുന്നേറ്റ് മാൻപേടകളെപ്പോലെ ഓടുന്നു, തളർവാദ രോഗികൾക്ക് സൗഖ്യത്തിൻ്റെ മേൽ സൗഖ്യം കിട്ടുന്നു, മരിച്ച മനുഷ്യനെ അവിടെ നിന്ന് ഉയർപ്പിക്കുന്നു, ഒരു പുതിയ ജീവിതം കൊടുത്ത് ആ പറയുന്ന വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു, ബാലികയെ ഉയർപ്പിക്കുന്നു. എത്ര വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷിയാവാം. ദാഹത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അവിടെ നൽകുന്ന അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വഴിയായിട്ട് അത്ഭുതങ്ങൾ നിറയുന്നത് നേരിട്ട് നമ്മൾ കാണും. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കായിരുന്ന ഒരു സഹോദരനായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഇപ്പോഴത്തെ ഒരു ശുശ്രൂഷകനാണ് സാബു അറുതൊട്ടിയിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹം ഇങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വചനം പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുക, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. അവിടെയുള്ള ഒരാൾ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഇയർ ബാലൻസ് നഷ്ടപ്പെട്ട ഒരാൾ കയറി വാ എന്ന് പറയുമ്പോൾ ഒരാൾ കയറി വരുന്നു. അവനെ ആരൊക്കെ വിളിച്ചിങ്ങനെ കയറ്റി വരുത്തുമ്പോൾ ചെവി ഒന്നും കേൾക്കണില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സഹോദരൻ ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ നിന്റെ അഭിഷേകത്താൽ ഈ മകനെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സഹോദരൻ ദൈവ ശുശ്രൂഷകൻ ഇങ്ങനെ പറഞ്ഞ് ഈ ചെവിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേൾവിക്കുറവിൻ്റെ ഒരു കാര്യം ഇങ്ങനെ എടുത്തു മാറ്റുക. ഇത് പറയാം, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, ഇപ്പോൾ നിന്റെ ചെവിയിലെ എല്ലാ ഭദ്രതയുമായി ബന്ധപ്പെട്ട, കേൾവിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, മൂകതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറട്ടെ, കാഴ്ചയുടെ മേഖലകൾ വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പറഞ്ഞ് തീർന്നില്ല സ്നേഹമുള്ളവര്. ഈ മനുഷ്യനിലുണ്ടായിരുന്ന വർഷങ്ങളായി ഉണ്ടായിരുന്ന 10-20 വർഷമായിട്ട് ഒരേപോലെ വെച്ചിട്ട് ഒരു കേൾവിയില്ലാത്ത മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് കാണാം. ഇനി പറയുന്ന സാബു ബ്രദർ പറയുന്ന വാചകം എങ്ങനെയുള്ളൂ, അച്ഛാ ഇതൊന്നും ഞാനല്ല, ഈ ചെയ്യണ പവറുകളൊന്നും എൻ്റെ പവറുകളല്ല, ഈ ചെയ്യണ പവറുകൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ അത്രയും ദാഹത്തോടുകൂടെ ഞാനിരുന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് അവിടെ നിന്ന് എനിക്ക് തന്ന കൃപയാണ്. മൂന്നാമത്തെ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപ എന്ന് പറയുന്നത് പുതിയ ദർശനങ്ങൾക്ക് ഒരുവൻ സാക്ഷിയായിട്ട് തീരുന്നുള്ളതാണ്. ഇന്ന് വരെ കാണാത്ത പുതിയ ദർശനങ്ങൾ ഒരുവൻ്റെ ജീവിതത്തിൽ ഒരുവൻ കണ്ടെത്തുന്നത് അത് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ്. അതുകൊണ്ടാണ് ബൈബിളിലുള്ള ജോയൽ പ്രവാചകനൊക്കെ പറയുന്നത്, ആത്മാവ് ദർശനവരങ്ങളാൽ അനേകരെ അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിലൊക്കെ ഒരു ശുശ്രൂഷകയുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞപ്പോൾ ഈ ശുശ്രൂഷക ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ ദർശനങ്ങൾ മുഴുവൻ ഇങ്ങനെ വെളിപ്പെടുത്തുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, അച്ഛാ എനിക്കിതിൻ്റെ വ്യാഖ്യാനങ്ങൾ അറിയില്ല, പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു കൃപ തന്നിട്ടുള്ളതാ, ദർശനവരെ എനിക്ക് തന്നിട്ടുള്ളത്. ഈ ദർശനവരെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ഇങ്ങനെ കാണും, അച്ഛൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ദർശനം കറക്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയാം, അച്ഛനത് ഇങ്ങനെ ബൈബിൾ എടുത്തിട്ട് ആ ദർശനവരെ എന്താണെന്നുള്ളതിൻ്റെ വ്യാഖ്യാനങ്ങൾ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് സ്നേഹമുള്ളവരെ വചനം എടുത്ത് കഴിയുമ്പോൾ കൃത്യമായ ദർശനങ്ങൾ കിട്ടുക. ആ പുതിയ നിയമത്തിൽ നടപടി പുസ്തകത്തിൽ തന്നെ നമ്മൾ അങ്ങനെ വായിക്കുന്നില്ലേ? നടപടി പുസ്തകത്തിൽ നമ്മൾ ആ സ്തെഫാനോസിൻ്റെ സംഭവം നമ്മൾ കാണുന്നുണ്ട്. സ്തെഫാനോസിനെ ദൈവം ഇങ്ങനെ ഒരുപാട് സഹനങ്ങളിലൂടെ കടത്തിവിടുക. പക്ഷേ ഈ സഹനങ്ങളുടെ ഇടയിൽ സ്തെഫാനോസ് പറയുന്നുണ്ട്, തന്നെ കല്ലെറിയാൻ വരുമ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്തെഫാനോസ് പറഞ്ഞു എന്നാണ് പറയണേ. സ്തെഫാനോസിന് ഏറ്റവും വേദന അനുഭവിക്കുന്ന സമയത്തും സ്തെഫാനോസ് പറയുന്ന വാചകം എങ്ങനെയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് ഈ പറയുന്ന സ്തെഫാനോസ് കല്ലേറ് കിട്ടി കിടക്കുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ സ്തെഫാനോസ് കാണുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്ന് മാലാഖമാര് ഇറങ്ങി വരുന്നത്. ഇന്നേവരെ കാണാത്ത ദർശനത്തിൻ്റെ ചൈതന്യം ഈ സ്തെഫാനോസിൻ്റെ മേൽ വന്ന് നിറയുന്നത് കണ്ട് മനസ്സിന് ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സ്നേഹമുള്ളവർ, ഈ മൂന്നാമത്തെ മേഖല ദർശനങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്നുള്ളത്. നാലാമത്തെ കാര്യം, നിശ്ചയമായിട്ടും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കണ്ണീരും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. ഏത് മേഖലയിലാണോ നിനക്ക് കണ്ണീരുള്ളത്, നീ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയും. ഞാനൊരു അച്ഛനായിട്ട് ഇത്രയും സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി കണ്ണീരിൻ്റെ അനുഭവങ്ങളുണ്ട്, ഒത്തിരി വേദനയുടെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ സർവൈവ് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കുന്നത് രാവിലെയും രാത്രിയുള്ള പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്നേഹമുള്ളവർ, ഈ ഒരു അഭിഷേകം എന്നുള്ളത് അത് പറഞ്ഞാൽ തീരില്ല. രാവിലെ കണ്ണ് തുറന്നാൽ ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവെ നിനക്ക് പ്രഭാതവന്ദനം, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രാർത്ഥന നിറയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ 7 വരദാനങ്ങളാൽ എന്നെ ജ്വലിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും.
രാത്രി കിടക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവെ നിന്നെ എന്നിലേക്ക് നന്ന് ആത്മാവിൻ്റെ അഭിഷേകത്തോടുകൂടെ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ആത്മാവും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ജീവിച്ച് തുടങ്ങിയപ്പോൾ സ്നേഹമുള്ളവരെ കണ്ണീരിൻ്റെ അനുഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ സങ്കടങ്ങളുണ്ട്, പക്ഷേ ഈ കണ്ണീരിൻ്റെ മാനത്ത് സ്നേഹത്തിൻ്റെ മഴവില്ല് ഞാൻ കണ്ടു തുടങ്ങിയത് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ചെറിയൊരു ത്യാഗം പോലെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം. ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ മക്കളുടെ അടുത്തൊക്കെ ഇങ്ങനെ കൗൺസിലിങ്ങിനും ധ്യാനത്തിനൊക്കെ ഇരിക്കുമ്പോൾ ചോദിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമാരോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും എന്നെ പരിശുദ്ധാത്മാവിനെ ഇഷ്ടമെന്ന് പറയണത് ഞാൻ കേട്ടിട്ടില്ല. മാതാവിനെ ഇഷ്ടമാണ്, യേശു ക്രിസ്തുവിന് ഇഷ്ടമാണ്, പിതാവായ ദൈവത്തെ ഇഷ്ടമാണ്, വിശുദ്ധരെ ഇഷ്ടമെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലിങ്ങനെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വേണ്ട രീതിയിൽ ഗവനിക്കുന്നവരായിട്ട് അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഞങ്ങളവരെ സത്യമായിട്ട് പറയണ ഈ 4 മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. പരിശുദ്ധാത്മാവിനെ അതിന് ഈ സ്നേഹിക്കണമെങ്കിൽ ആദ്യം വേണ്ട കാര്യം പരിശുദ്ധാത്മാവിനെ ജീവിതത്തിലേക്ക് ഇന്നു മുതൽ ക്ഷണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ ഒരു ദിവസത്തിൽ കുറച്ച് നേരം ഇങ്ങനെ പരിശുദ്ധാത്മാവെ എന്നിലേക്ക് വരണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധരായ വിശുദ്ധരുടെ ഒക്കെ ചൈതന്യമായിട്ട് പറയണത് ഇങ്ങനെയല്ലേ, ഈ വിശുദ്ധരെപ്പോഴും പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ആത്മാവ് കൊടുക്കുന്ന കൃപാവരം അനുസരിച്ചിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ അല്ലെങ്കിൽ പൗലോസ്ലീഹയുടെ ജീവിതമൊക്കെ ആത്മാവിനാൽ പ്രേരിതമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് കാര്യങ്ങൾ ആലോചന ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നിട്ട് പറഞ്ഞു ഇവിടെ പോകണ്ട. ഉടനെ തന്നെ പൗലോസ്ലീഹ അവിടേക്ക് പോകണില്ല. പൗലോസ്ലീഹയുടെ അടുത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ക്ഷണിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക് വേണം. ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പൗലോസ്ലീഹ അവിടെ പോയി വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവം കൊടുക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കണം നമുക്ക് വേണ്ട ആദ്യത്തെ കാര്യം പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഒരു ക്ഷണം നടത്താനായിട്ട് നമുക്ക് പറ്റണം. രാവിലെ രാത്രിയെങ്കിലും കുറച്ച് സമയം പരിശുദ്ധാത്മാവിന് വേണ്ടി നീക്കി വെക്കണം. എന്നിട്ട് പറയാം, പാവനാത്മാവെ നീ എന്നിലേക്ക് വന്ന് നിൻ്റെ വരദാനങ്ങളാൽ എന്നെ നിറയ്ക്കണേ എന്ന് പറഞ്ഞ് ഇന്നോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറ്റണം. രാത്രി കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഗുഡ് നൈറ്റ് പറയാനായിട്ട് നമുക്ക് പറ്റണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധിയോടുകൂടെ ജീവിക്കണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞിട്ട് രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് വിശുദ്ധിയില്ലാത്ത ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് നിറയില്ല. നമ്മൾ വചനത്തിൽ കറക്റ്റ് കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ആ സാംസന്റെ ജീവിതമൊക്കെ കാണുമ്പോഴല്ലേ, സാംസന്റെ ജീവിതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, ആത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഒക്കെ പുണ്യവാൻ അറിഞ്ഞതാണ്. പക്ഷേ ഒരു ദിവസം പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വിശുദ്ധി പോയി കഴിഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനൊന്നും കിട്ടുപോയി. തിരുവചനം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ തീരുമാനിച്ചോ, വിശുദ്ധിയോടുകൂടെ എനിക്ക് ജീവിക്കാനായിട്ട് മനസ്സും ശരീരവും ആത്മാവിലും വിശുദ്ധിയോടുകൂടെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ വചനം വായിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനുള്ള വലിയ കാര്യം. പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ തിരുവചനം. എഴുതിയിരിക്കുന്ന മത്തായി ആവട്ടെ, യോഹന്നാനാവട്ടെ, മാർക്കോസ് ആവട്ടെ, അല്ലെങ്കിൽ ഏത് ഈ പറയുന്ന കർത്താവിൻ്റെ തിരുവചനം എഴുതിയിട്ടുള്ളത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി എഴുതിയെന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറുക്ക് വഴി എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ വചനം ഇങ്ങനെ സ്ഥിരമായിട്ട് കുറച്ച് സമയം വായിക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു തീർന്നവർ എത്ര പേരുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ഇത്രയും വർഷമായില്ലേ ജീവിച്ചു തുടങ്ങിയിട്ട്? 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു 10,000, ഏറ്റവും ചുരുങ്ങിയത് 10,000 അല്ലെങ്കിൽ 15,000 പേജുകളെങ്കിലും വായിച്ചു പോയിണ്ടാവുമെന്ന് പറയണേ. 15,000 അതൊക്കെ ഏറ്റവും ചുരുങ്ങിയതാണ്. ഇന്നത്തെ പഠനരീതി അനുസരിച്ച്, ഇന്നത്തെ കാലഘട്ടമൊക്കെ അനുസരിച്ച് അതിനേക്കാൾ അധികമാണ് വായിച്ചു പോകുന്നത്. വായിച്ചു കൂട്ടുന്ന പുസ്തകങ്ങൾ, ഇൻഫർമേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വരുത്തി കൂട്ടുന്ന അല്ലെങ്കിൽ ഓരോ വലിയ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് വായിച്ചു കൂട്ടുന്നത് 10,000 അല്ല 20,000, 25,000 അധികം പേജുകൾ കടന്നു പോയിട്ടുണ്ടാവും. ചെറുതായിട്ടൊരു സ്വകാര്യം പോലെ ചോദിച്ചേൻ, വെറും 2,000 പേജിൽ താഴെയുള്ളൂ ഇത്.
2000 പേജിൽ താഴെയുള്ളൂ ഈ പറയുന്ന വചനം എന്ന് പറയുന്ന ഇതിൽ 2000 പേജ് ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ 1 വർഷം കൊണ്ടൊന്നും വേണ്ട ഇത് വായിച്ചു തീർക്കാൻ. ഒരു 3 വർഷമായിട്ട് ഞാനത് എത്രത്തോളം വായിച്ചിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരു വട്ടെങ്കിലും വായിച്ചു തീർന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് ചോദിക്കുമോ, അല്ലെങ്കിൽ പത്രോസിലേക്ക് ഇങ്ങനെ ചോദിക്കുമോ, നീ ഒരു പുണ്യപ്രവൃത്തിയും ചെയ്തിട്ടുണ്ടാവില്ല, സാരില്ല, ബൈബിള് വായിച്ചിട്ടുണ്ടാവും, ഈ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കയറ്റി വിടാന്ന് പറഞ്ഞാൽ നീ കയറുമോ? ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, എൻ്റെ കുറേ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നില്ല, കുറേ ഭാഗമൊന്നും വായിച്ചു തീർന്നിട്ടില്ല. പക്ഷെ അത് ഈ ഒരു ചോദ്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും ചോദിക്കാറുണ്ട്, അതെങ്ങനെ അങ്ങനെ സംഭവിക്കുമോ? ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളെങ്കിലും വായിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പേരിലെങ്കിലും എനിക്കിങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. സ്നേഹിതരെ, വായിച്ച് തുടങ്ങിയപ്പോൾ ഇതൊരു അമൃതമായിട്ട് തീരുക. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫിലോസഫി പഠനകാലത്തൊന്നും ബൈബിളുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു അച്ഛനായിരുന്നു ഞാൻ വായിച്ചിട്ടുള്ളതൊക്കെ ഈ സാഹിത്യത്തിൻ്റെ ഈ കുറേ പുസ്തകങ്ങളൊക്കെയാണ്. സാഹിത്യത്തിൻ്റെ ഏതൊക്കെയാണോ അത് ഇംഗ്ലീഷും മലയാളവും ഏതൊക്കെ ഭാഷ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ നോവലുകളായിട്ട് അല്ലെങ്കിൽ കവിതകളായിട്ട് കഥകളൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയതാണ്. പക്ഷെ അത് കഴിഞ്ഞ് പട്ടം കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, എടാ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നീ വചനം വായിച്ചു കൊടുങ്ങ്. ഈ വചനം വായിച്ചു കൊടുക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന കൃപകൾ അത് ആത്മാവിൻ്റെ നിറവാന്ന് പറഞ്ഞ് ആ ഒരു കാര്യത്തിലേക്ക് പതുക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് ബാക്കിയുള്ള വായനകൾ മുഴുവൻ അവസാനിപ്പിക്കുക. കുറേ സാഹിത്യത്തിൻ്റെ പുസ്തകങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വചനം ഇങ്ങനെ വായിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്നേഹിതരെ ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടന്നത് പ്രവർത്തിക്കാൻ തുടങ്ങുക. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ചൈതന്യം വരും. എന്തെങ്കിലും അറ്റ് ദ ടൈം ഓഫ് ക്രൈസിസ് ഉടനെ കർത്താവിൻ്റെ വചനം എന്തെങ്കിലും പറയും, ഞാൻ നിന്നെ വഴി നടത്തുന്ന കർത്താവാ. ഇങ്ങനെ എന്തെങ്കിലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയും, നിന്നെ ആശ്വസിപ്പിക്കാൻ, നിനക്ക് ജീവൻ നൽകാൻ, ജീവൻ്റെ സമൃദ്ധി നൽകുന്ന കർത്താവ് എന്നൊക്കെ പറയുന്ന കർത്താവിൻ്റെ വചനം ഇങ്ങനെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ഇങ്ങനെ നിറയാൻ തുടങ്ങാം. നമുക്കിങ്ങനെ ഈ ഒരു തിരുവചന ഭാഗം ഇങ്ങനെ ഓർക്കണം, ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ ഇനി വചനം കേട്ട് അടുത്ത വർഷം ആകുമ്പോഴേക്കെങ്കിലും എനിക്ക് പറയാൻ പറ്റണം ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ ഈ വിശുദ്ധ ലിഖിതം ഞാൻ വായിച്ചു തീർന്നിട്ടുണ്ട്. ഒരു ബൈബിള് സ്വന്തമായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ദിവസങ്ങളിൽ ഒരു ബൈബിളെങ്കിലും കയ്യിൽ വെക്കുക. ആ ബൈബിള് നെഞ്ചിൽ ചേർത്ത് വെച്ച് ജീവിക്കുന്നതിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് വേറെയാ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ അത്ഭുതം സംഭവിച്ച കുറേ മനുഷ്യർ അവരിങ്ങനെ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ബൈബിളുമായിട്ട് പിടിച്ചു വന്നവർക്ക് ഒരു പ്രത്യേക ഒരു അഭിഷേകം എന്ന് പറയുന്നത് കാണാറുണ്ട്. കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ. ഞാൻ ഈ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിലുള്ള ഒരു അച്ഛനെങ്ങനെ ഓർക്കുക, ബിനോയ് എന്ന് പറയുന്ന ഒരു അച്ഛൻ സെമിനാരി പഠനകാലത്ത് ഘട്ടത്തിൽ എനിക്കറിയണതാണ്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ പേരിങ്ങനെ ഫിലോസഫിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആ സമയത്ത് തന്നെ ഇങ്ങനെ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ അച്ഛനെ കളിയാക്കാറുണ്ട്, അച്ഛനിങ്ങനെ ബൈബിളും വായിച്ചിരുന്നു. പക്ഷെ അന്ന് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഞങ്ങൾക്കൊരു ധ്യാനചിന്തയിൽ അച്ഛൻ പറഞ്ഞൊരു വാചകം ഇങ്ങനെ ഓർക്കുക, വചനത്തിൻ്റെ ചുരുളിലാണ് സ്റ്റാഴ്സ ജീവിതത്തിൻ്റെ പൊരുളിരിക്കുന്നത്. പട്ടം കിട്ടിക്കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടും നമ്മളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല. ഒരു കാര്യം ശുശ്രൂഷകൾ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എത്തിയിട്ടില്ല. ഞാനിങ്ങനെ ബിനോയച്ചനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ബിനോയച്ചൻ ഇങ്ങനെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കും ഞാൻ തിരിച്ചറിയാം. ഒരു ചെറിയ അച്ഛനാണ് പ്രായമായിട്ടുള്ള അച്ഛന്മാരെ പോലും ഇങ്ങനെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ കർത്താവിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കണം. അച്ഛൻ്റെ ടോക്കുകളിൽ വേറെ ഒന്നുമില്ല, വേറെ ഒരു സംഭവമോ വേറെ ഒരു കഥയോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊന്നുമില്ല. അച്ഛൻ ഈ വചനം കൊണ്ട് ഇങ്ങനെ അമ്മാനാടാ. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ഇന്ന അധ്യായത്തിൽ ഇന്ന വാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അച്ഛനിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പുതിയ നിയമം മാത്രമാണെന്ന്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛനിങ്ങനെ പഴയ നിയമത്തിൻ്റെ ഓരോ വാക്കും അധ്യായവും വാക്യടക്കം പറഞ്ഞിട്ട് അതിൻ്റെ അഭിഷേകം ഉണ്ടാവട്ടെ എന്ന് പറയാം. ഞാനൊരു ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു മിനിറ്റ് നേരം വചനം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവർ അച്ഛനിങ്ങനെ വചനം വായിച്ച് എൻ്റെ ശിരസിൽ ഇങ്ങനെ കൈവച്ചു. എനിക്ക് തലയിൽ ഭയങ്കര ക്ഷീണമുള്ള പോലെ സയൻസിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നതാ, കുറേ സ്വരം പോയ ഒരു അവസ്ഥയൊക്കെ. സ്നേഹമുള്ളവർ ഈ അച്ഛൻ പറഞ്ഞു വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇവനെ നിറയ്ക്കണേന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവർ ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് ആ രോഗം ഇങ്ങനെ മാറണ പോലത്തെ ഒരു അനുഭവം ഉണ്ടായി. ഇത്രയും ഈ ഒരു തിരുവചനവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഇന്നു മുതൽ ഒരു ദാഹം ഉണ്ടാവണം. പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളിൽ വരണേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. നമുക്കൊരു മിനിറ്റ് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നാൾവഴികളാണിന്ന്. പരിശുദ്ധാത്മാവെ, അങ്ങ് ലോകം മുഴുവൻ കത്തിപ്പടരുന്ന ഒരാത്മീയത ഞങ്ങൾക്ക് നൽകാൻ ഇടവരുത്തുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം, ശിഷ്യഗണത്തെ പോലെ പേടിച്ചിരിക്കുന്നവർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ
മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോടുകൂടെ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ, തകർന്നുപോയ കുടുംബ ജീവിതത്തെക്കുറിച്ച് തകർന്ന അനുഭവത്തിലൂടെ കരഞ്ഞ് കണ്ണീരോടുകൂടെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവായ ദൈവമേ, സിഹിയോൻ മാളികയിൽ കർത്താവ് ഇടപെട്ടതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ പുതിയൊരു അഭിഷേകം നൽകി അനുഗ്രഹിക്കാൻ ഇടവരുത്തുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ മകനിലൂടെ പിതാവായ ദൈവത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ ഒരു ആവാസം ഈ സമൂഹത്തിൻ്റെ മേൽ നിറയാൻ ഇടവരുത്തുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.